വിവാഹിതരാകാൻ പോകുന്ന 2 SBI ജീവനക്കാർ, ഒരാൾ മൈസൂരിലും ഒരാൾ എറണാകുളത്തും ജീവനൊടുക്കി. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് വന്നത്. അത് കാസർഗോഡ് പള്ളിക്കര പൂച്ചക്കാട് കാട്ടാമ്പള്ളി സ്വദേശിനി അനുശ്രീ എന്ന 25-കാരി. അവർ SBIയിലാണ് ജോലി. അവർ 25 വയസ്സേ കുട്ടിക്കുള്ളൂ. 26 വയസ്സുകാരൻ ഒരാൾ SBI തന്നെ ജോലി, എറണാകുളത്താണ്. അമൽ MG റോഡ് ബ്രാഞ്ചിലാണ്, ക്ലറിക്കൽ സ്റ്റാഫാണ്. രണ്ടുപേരും ക്ലറിക്കൽ സ്റ്റാഫാണ്. ഇവരുടെ വിവാഹം ഡിസംബർ 26 നടത്താൻ തീരുമാനിച്ചു, വീട്ടുകാരെല്ലാം കൂടെ കൂടി. എന്തായാലും ഓഗസ്റ്റ് 8 അമൽ പായത്തെ അനുശ്രീയുടെ വീട്ടിലെത്തി. ആ വീടിനടുത്ത് ഒരു സ്ഥലം വാങ്ങി വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഒന്നിച്ച് കുടുംബമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. പുതിയ വീട്ടിൻ്റെ പണി അമൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വന്നു ഓഗസ്റ്റ് 8. പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഇരുവരും അവിടെ നിന്ന് പോകുന്നത്. ഒരാൾ നേരെ മൈസൂരിലെ ഹുൻസൂർ ബ്രാഞ്ചിലെ ക്ലറിക്കൽ സ്റ്റാഫാണ്. അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഇവർ സ്റ്റാഫുകൾ ഒന്നിച്ച് താമസിക്കുകയാണ്. പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഇരുവരും അവരവരുടെ ജോലി സ്ഥലത്ത് എത്തി. അടുത്ത ദിവസം രാവിലെ അവർ രണ്ടുപേരും ജോലിക്ക് പോയി. പക്ഷേ അതാണ് വീട്ടുകാരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മൈസൂർ ഹുൻസൂർ ബ്രാഞ്ചിലെ ആ പെൺകുട്ടി ജോലിക്ക് പോകാതെ മുറിയിൽ തന്നെ ആയിരുന്നു. ആ മുറിയിലിരുന്ന സമയത്ത് കൂട്ടുകാരി ജോലിക്ക് പോകാൻ വിളിച്ചപ്പം അവർ ജീവൻ ഒടുക്കിയതായിട്ട് കണ്ടു. അതിന് തൊട്ട് മുമ്പ് ഈ പ്രപ്പോസ്ഡ് വരനുമായി ഇരുവരും വീഡിയോ കോൾ സംസാരിച്ചുകൊണ്ടിരുന്നു എന്നാണ് വരുന്നത്. അതിനകത്ത് അനുശ്രീ വീഡിയോ കോൾ സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും അയാളോട് പറഞ്ഞിട്ടുണ്ടാവും താൻ ജീവൻ ഒടുക്കും, എന്താ കാരണമെന്ന് നമുക്കറിയില്ല. അതയാൾ വീഡിയോ കോൾ ആയതുകൊണ്ട് അത് കണ്ടിട്ടുണ്ടാവും ആ പെൺകുട്ടിയുടെ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്താണെന്ന്. ഏതായാലും ആ പെൺകുട്ടി ജീവൻ ഒടുക്കി. അടുത്ത കൂട്ടുകാരി ആ മുറിയിൽ വന്ന് വിളിക്കുമ്പം ഇവർ ജീവൻ ഒടുക്കിയതായിട്ടാണ് കണ്ടത്. അതേസമയത്ത് എറണാകുളത്ത് അവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് അവിടെ ഒരു ലോഡ്ജിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലാണ് ഇയാൾ താമസിക്കുന്നത്. അവിടെ നിന്നാണ് രണ്ടുപേരും വീഡിയോ കോൾ സംസാരിച്ചത്. പക്ഷേ തൻ്റെ പ്രതിശ്രുത വരവിൻ്റെ വിവരം അറിഞ്ഞിട്ടാവണം അയാളും ജീവൻ ഒടുക്കുകയായിരുന്നു ലോഡ്ജിൽ. അതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെടുത്ത് വിവരം വിളിച്ചു പറഞ്ഞിരുന്നു താൻ ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം മറ്റേ പെൺകുട്ടി മരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ടായിരിക്കാം. എന്തായാലും കൂട്ടുകാരും സുഹൃത്തുക്കളും പെട്ടെന്ന് ഓടിയെത്തിയപ്പം മുറി അകത്തുനിന്ന് പൂട്ടിയിരുന്നു. അവർ വന്നപ്പം താമസിച്ചു. അദ്ദേഹവും ജീവൻ ഒടുക്കി. എന്താണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നം? രണ്ടുപേരും ജോലിക്കാരാണ്, രണ്ടുപേർക്ക് ശമ്പളമുണ്ട്, രണ്ടുപേരും SBI ബാങ്കിലാണ്. ഒരാൾ മൈസൂരിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി, മറ്റേയാൾ എറണാകുളത്താണ്. പിതാവായ അനുശ്രീയുടെ പിതാവിനെ നീലേശ്വരം തയ്യൽ വീട്ടിൽ ചന്ദ്രന് അവിടെ ഒരു ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളാണ്. ഇളയ ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്. ചന്ദ്രൻ്റെയും റീനയുടെയും മൂത്ത മകളാണ് മരണപ്പെട്ട അനുശ്രീ. ഇളയൊരു കുട്ടി ഇവിടെ ഉണ്ട്. ഈ 2 യുവമിഥുനങ്ങളും വിവാഹമെല്ലാം ഉറപ്പിച്ച് അതിനുള്ള വീട് പണി, താമസിക്കാനുള്ള വീടൊക്കെ പണിതുകൊണ്ടിരിക്കുന്നു. രണ്ടുപേർക്ക് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്ത് കാര്യത്തിലാണ്? പക്ഷെ ഒരു ദിവസം ഈ മരണത്തിന് തൊട്ട് മുമ്പ് ഒരു ദിവസം ആ അനുശ്രീയുടെ വീട്ടിൽ രണ്ടുപേരും താമസിച്ചിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും വീട്ടുകാരെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു വിവാഹം തന്നെയാണ് എന്ന് കരുതുന്നു.
അതിന് ആർക്കും തടസ്സമില്ല എന്ന് കരുതുന്നു. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തിനാണ് ഉണ്ടായതെന്ന് ഇന്നും അജ്ഞാതമാണ്. ഏതെങ്കിലും രണ്ടുപേരും കുറിപ്പുകൾ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലീസ് കണ്ടെടുക്കാനുണ്ട്. മൈസൂരിലും കാണാം, ഇവിടെയും കാണും. അതിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിക്കുമോ അതോ രണ്ടുപേരുടെ മനസ്സിൽ തന്നെ ഇരിക്കുന്ന കാര്യങ്ങളാണോ? ഏതായാലും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ രണ്ടുപേർക്കും ഉണ്ടായി. അതവർക്ക് പരിഹരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരാൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. രണ്ടുപേരും ജീവൻ വെടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോഴത്തെ പ്രതിസന്ധികളിലൊന്നും നമ്മുടെ കുട്ടികൾക്ക് ആർക്കും തരണം ചെയ്യാനോ മറ്റൊരാളുമായിട്ട് സംസാരിച്ച് ആ പ്രശ്നം തീർക്കാനോ ഇവർക്കൊന്നും കഴിയുന്നില്ല. അതിനുള്ള ക്ഷമയില്ല, അതിനുള്ള അറിവുമില്ല. അവർ സ്വന്തം കാലിൽ നിന്ന് അവർ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. കുടുംബ അന്തരീക്ഷത്തിൽ മാത്രമേ നല്ലൊരു കുടുംബം മുന്നോട്ട് ജീവിക്കാനുള്ള ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒറ്റയ്ക്കും പെറ്റയ്ക്കുമൊക്കെ പല സ്ഥലത്തും കിടക്കുന്നവർ അവിവാഹിതരായി അതിനുശേഷം 10, 50, 60 വയസ്സായി കഴിഞ്ഞു ആരും അന്വേഷിക്കാനും അവരെ നോക്കാനും ഇല്ലാതെ പല സ്ഥലത്തും ഒറ്റപ്പെട്ട് വീണ് ഒറ്റയ്ക്ക് താമസിച്ച് അവിടെ മരിച്ചു വീഴുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഭാരതീയരുടെ ചിന്തകൾ, നമ്മൾ കുടുംബാന്തരീക്ഷത്തിൽ വളർന്നവരാണ്. ഒരു കുടുംബത്തിൽ കൂടെ മാത്രമേ നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ളൂ, മനുഷ്യന് മുന്നോട്ട് ഗമിക്കാൻ കഴിയുള്ളൂ. ഒറ്റയ്ക്കുള്ള മറ്റ് സമൂഹത്തെ വെറുത്തോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് വെറുത്തോ സഹോദരിമാരെ വെറുപ്പിച്ചോ അല്ലെങ്കിൽ അവരോട് അകന്നു നിന്നുകൊണ്ടോ ഒരാൾക്കും ഒരു നല്ല സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയില്ലെന്നാണ് ഈ വാർത്തകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ചെറുപ്പക്കാരെല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഒറ്റയ്ക്കുള്ള ജീവിതം അവർക്ക് അതിന് വരുമാനമില്ല എന്നൊക്കെ പലർക്കും തോന്നാം. പല കുടുംബങ്ങളിലും പലർക്കും വരുമാനമില്ല, പക്ഷേ കുടുംബജീവിതം മുന്നോട്ട് പോകും. ഉള്ള വരുമാനത്തിനകത്ത് രണ്ടു കൂട്ടരും ഭാര്യയും ഭർത്താവും കുട്ടികളുമൊക്കെ കഴിഞ്ഞുകൂടി പോകുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ത്യക്കുള്ളത്. അത് ലോകത്ത് മറ്റൊരു രാഷ്ട്രത്തിനും മറ്റൊരു രാജ്യത്തുമില്ല. അവർക്കൊന്നും ഈ രീതിയിലുള്ള ഇന്ത്യയുടെ പാരമ്പര്യമനുസരിച്ചൊരു കുടുംബജീവിതം അവർക്കൊന്നും ലഭ്യമല്ല. ആധുനിക രീതിയിലുള്ള ആ ചിന്തകളൊക്കെ മറന്ന് നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിലേക്ക് പ്രവേശിക്കണം. അതിനുള്ള പാഠമാണ് ഇതുപോലുള്ള സംഭവത്തിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ടത്. കാരണം ധാരാളം കുട്ടികൾ ഇപ്പം ഇതേ രീതിയിൽ അവർ ചെറുപ്രായത്തിൽ തന്നെ ജീവനൊടുക്കി മൺമറഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊരു പക്വതയില്ലാത്ത, കുടുംബാന്തരീക്ഷത്തിൽ വളരാത്ത, കുടുംബത്തിൻ്റെ ഉപദേശം സ്വീകരിക്കാത്ത, സമൂഹത്തിൻ്റെ ഉപദേശം സ്വീകരിക്കാത്ത കുട്ടികളാണ് ഇപ്രകാരം എടുത്തു ചാടി ഈ രീതിയിലുള്ള ബന്ധങ്ങളിൽ ചെന്ന് ചാടി. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്തതോ അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കാത്തതോ പരസ്പരം സംശയിച്ച് അല്ലെങ്കിൽ പരസ്പരം സംശയങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനോ ഒക്കെയുള്ള കാര്യങ്ങൾ ഇല്ലാതെ ഏക വ്യക്തി ഏകത്വത്തിലൂടെ പോകുന്ന ആൾക്കാരാണ് നമ്മൾ കാണുന്നത്. നല്ലതല്ല. പരസ്പര സഹകരണത്തോടു കൂടിയും ഇൻറ്ററാക്റ്റ് ചെയ്തും ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ പെരുമാറിയൊക്കെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ജീവിതം ഒരു സമ്പുഷ്ടമായ കുടുംബാന്തരീക്ഷത്തിലേക്കും നല്ലൊരു തലമുറ ഉണ്ടാക്കാനുള്ള ഒരു അവസ്ഥയും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ആരും മറക്കരുത്.